ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്ക് തോരനാണ്. നല്ല ടേസ്റ്റിയായ പാലക്ക് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കെട്ട് പാലക്കാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിത് കാണിക്കാൻ വേണ്ടി കുറച്ച് പാലക്കിന്റെ ഇല മാറ്റി വെച്ചതാണ്. അതിന്റെ ഇലയും തണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഇത് ഇലയും തണ്ടും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചാൽ കുഴഞ്ഞു പോകും. അതിനെ ആദ്യമേ തണ്ട് വേവിച്ചതിന് ശേഷം വേണം നമുക്ക് ഇല ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനാണ് ഇങ്ങനെ രണ്ടായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അതിലേക്ക് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനും ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതായിട്ട് വഴന്ന് അതിന്റെ നിറമൊക്കെ മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിന്റെ തണ്ട് ചേർത്ത് കൊടുക്കാം. തണ്ടും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അടപ്പ് തുറന്നു നോക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ആയി. ഇത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും ഒന്നും ക്രഷ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് പാലക്കിന്റെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങാപ്പീരയും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആകുന്ന വിധത്തിൽ നമുക്കിതൊന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് കുറച്ചു നേരം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ആവിയിൽ കിടന്ന് വെന്ത് വന്നാൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ തോരനിൽ നല്ലതായിട്ട് ഉപ്പ് പിടിക്കുന്ന വിധത്തില് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. പാലക്കിന്റെ ഇല വേകാനായിട്ട് ഒരുപാട് നേരം വേണ്ട, അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ പാലക്ക് തോരൻ നല്ലതായിട്ട് വെന്ത് അതിന്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിതുപോലെ തുറന്നിടാം. അതിലെ ആവിവെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് വറ്റി വരാനായിട്ട്. നമ്മുടെ ടേസ്റ്റിയായ പാലക്ക് തോരൻ റെഡിയായി. അതിനെയും ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ തോരനാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.